ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. രാമായണത്തിലെ തത്വനിരൂപണത്തിലെ ശബരി മാതങ്കാശ്രമത്തിൽ താമസം തുടങ്ങാനായിട്ടുള്ള കാരണങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ അനുസ്മരിച്ചത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകി ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. നമ പാർവതീപദേ ഹര ഹര മഹാദേവ. അങ്ങനെ ശബരി മാത്രമായി ആശ്രമത്തിൽ. അപ്പോൾ തൻ്റെ നിത്യതപോ അനുഷ്ഠാനങ്ങളും അതിഥി ശുശ്രൂഷയും ചെയ്തുകൊണ്ട് അവളങ്ങനെ ഏകാകിനിയായിട്ട് ആശ്രമത്തിൽ കഴിഞ്ഞു വരികയാണ്. ആ അവസരത്തിലാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഭഗവത് ദർശനോത്സുകയായിട്ടുള്ള ശബരിയും ഭഗവാൻ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു എന്നറിഞ്ഞ ദിവസം മുതൽ ഓരോ ദിവസവും ഭഗവാന്റെ ദർശനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു വരികയാണ് എന്ന് പറയണു. അപ്പോൾ ഓരോ ദിവസവും പ്രഭാതമായാൽ ഇന്ന് ഭഗവാൻ തൻ്റെ ആശ്രമത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഭഗവാനെ സ്വീകരിക്കാനും സൽക്കരിക്കാനും വേണ്ടുന്ന പദാർത്ഥങ്ങളൊക്കെ ഒരുക്കി വയ്ക്കുന്നതാണ്. അങ്ങനെ വളരെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദിവസം ഭഗവാൻ ശബരിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നത് തന്നെ. അപ്പോൾ ഭഗവാനെ സൽക്കരിക്കാൻ വേണ്ടി ധാരാളം പഴങ്ങളും പുഷ്പങ്ങളും ചില വിശേഷപ്പെട്ട കിഴങ്ങുകളും ഒക്കെ അവൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവത് ദർശനം കൊണ്ട് ചാരിതാർത്ഥിയായ ശബരി ഭക്തിയോടുകൂടും വണ്ണം ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് പാദപൂജ ചെയ്ത് സൽക്കരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ശബരി കേവലം ശാസ്ത്രാഭ്യാസമൊന്നുമില്ലാത്ത പ്രാകൃതയാണ് എങ്കിലും അത്യന്ത ഭക്തയും സംസാരത്തിൽ നിന്ന് നിശേഷവും വിട്ട് ഈശ്വരധർമ്മത്തിൽ മുഴുകിയവളുമാകയാൽ അവളുടെ എല്ലാ സൽക്കാരങ്ങളെയും ഭഗവാൻ വളരെ ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ താൻ കടിച്ച് രുചി നോക്കിയ പഴങ്ങളെ പോലും ശബരി ഭഗവാന് നിവേദിച്ചു എന്നാണ്. അപ്പോൾ താൻ കടിച്ചത് മറ്റൊരാൾക്ക് കൊടുക്കരുതെന്ന കഥ അവൾക്ക് അറിഞ്ഞുകൂടാ, അതാണ്. അപ്പോൾ നല്ല മധുരമുള്ള പഴങ്ങളായിരിക്കണം ഭഗവാന് നിവേദിക്കുന്നത് എന്നവൾ ഒരു പക്ഷേ കരുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതാണ് മധുരമുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൾ കടിച്ചു നോക്കിയത്. അപ്പോൾ അതിനാൽ അവൾ കടിച്ച് എച്ചിലാക്കിയ പഴങ്ങളും ഭഗവാന് അവജ്ഞയുണ്ടായില്ലെന്ന് മാത്രമല്ല മതിപ്പ് തോന്നുകയാണ്. അവയൊക്കെ സന്തോഷപുരസരം അവിടുന്ന് സ്വീകരിച്ച് അനുഭവിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ആ ദിവസം മുഴുവൻ ശബരിയുടെ അപേക്ഷപ്രകാരം ഭഗവാൻ അവിടെ തന്നെ വിശ്രമിച്ച് കഴിച്ചുകൂട്ടി. പല വിഷയങ്ങളെ പറ്റിയിട്ടും ശബരി ഭഗവാനുമായിട്ട് സംഭാഷണം നടത്തി. കൂട്ടത്തിൽ രസകരമായിട്ടുള്ള ചിലതിനെ പറ്റിയും സംഭാഷണം ഉണ്ടായി എന്ന് പറയണു. ശബരി ചോദിച്ചു ഭഗവാനോട് എന്നാണ്, ഭഗവാനെ, വിദ്യാഭ്യാസം, കുലമഹിമ, സത്സംഗം, സദാചാരനിഷ്ഠ, തപപ്രൗഢി എന്നിവയൊക്കെയുള്ള യോഗ്യന്മാരായവർക്ക് കൂടി അങ്ങയുടെ ദർശനവും സമ്പർക്കവും വളരെ ദുർലഭമാണല്ലോ. അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് കൂടി ഒരു നോക്ക് അങ്ങയെ ദർശിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മിക്കപ്പോഴും അവർക്ക് പോലും അത് സാധിക്കാറില്ല എന്നിരിക്കെ അതൊന്നുമില്ലാത്ത വെറും പ്രാകൃതയും നീചയുമായിട്ടുള്ള എനിക്ക് എങ്ങനെയാണ് അവിടുത്തെ ദർശനം ഇത്രയും സുലഭമായി തീർന്നത് എന്ന് ഭഗവാനോട് ചോദിച്ചു എന്നാണ്. അപ്പോൾ അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു, ഈശ്വരപ്രാപ്തിക്ക് സംസാര നിവൃത്തിയും ഈശ്വരപ്രേമവുമാണ് ആവശ്യം. അവ രണ്ടും ഉണ്ടാവാനാണ് മറ്റെല്ലാം ചെയ്യുന്നത് തന്നെ. പലതും ചെയ്തിട്ടും പറയപ്പെട്ട രണ്ട് ഗുണങ്ങളും തികഞ്ഞിട്ടില്ലാത്തവരാണ് പലരും. അതുകൊണ്ടാണ് ഈശ്വരൻ അവരിൽ നിന്നകന്നിരിക്കുന്നത്. ഒന്നും ചെയ്യാതെ തന്നെ പ്രസ്തുത രണ്ട് ഗുണങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ഈശ്വരനുമായി അടുത്തു കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ ജന്മാന്തര സുഹൃതത്താൽ ഭാഗ്യം കൊണ്ട് ഒന്നും ചെയ്യാതെ തന്നെ നിനക്ക് അവ രണ്ടും ഉണ്ടായി എന്നാണ്. അതിനാൽ നീ ഈശ്വരനുമായിട്ട് അടുത്തു, ഇതാണ് കാര്യം. അപ്പോൾ നീചജന്മം, സ്ത്രീത്വം, പ്രാകൃതത്വം എന്നിവ ഈ ഈശ്വരപ്രാപ്തിക്ക് തടസ്സമാണ് എങ്കിലും സുഹൃതാതിരേകത്താൽ അവ തന്നെയാണ് നിനക്ക് ഈശ്വരപ്രാപ്തിക്ക് ഉപകരണങ്ങളായി തീർന്നത്. തീവ്ര വൈരാഗ്യം കൊണ്ട് സംസാര നിവൃത്തിയും
പരപ്രേമം കൊണ്ട് ഈശ്വരപ്രാപ്തിയും ഇവ രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് ഉണ്ടാവേണ്ടത്. ഒന്നുണ്ടായാൽ രണ്ടും സംഭവിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അഭ്യസിച്ചുണ്ടാക്കാൻ എളുപ്പം ഭക്തിയാണ്. പക്ഷെ വേണ്ടതുപോലെ വളർത്തപ്പെട്ട 9 അഭ്യസ്തോപാധികളിൽ കൂടി ഭക്തി വളരെ വേഗത്തിൽ ഉണ്ടായി വളർന്ന് വികസിച്ച് പരിപക്വാവസ്ഥയെ പ്രാപിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സത്സംഗം, ഈശ്വരകഥാലാപം, ഈശ്വര മഹിമാനുകീർത്തനം, ഭഗവത് തത്വവ്യാഖ്യാനം, ഈശ്വരബുദ്ധിയോടെയുള്ള ഗുരുസേവ, യമ നിയമാദ്യാനുഷ്ഠാനം, ഭഗവത് ദാസ്യനിഷ്ഠ, മന്ത്രോപാസനം, സജ്ജനങ്ങളിലും സർവജീവികളിലും ഈശ്വരബുദ്ധി ഹേതുവായിട്ടുണ്ടാകുന്ന അഭേദമായിട്ടുള്ള സാമ്യഭാവം, ശമദമങ്ങളിൽ കൂടിയിട്ട് വിഷയനിവൃത്തി, തത്വവിചാരം, ഇവയാണ് ഈ പറഞ്ഞ 9 ഉപാധികൾ. അപ്പോൾ സ്ത്രീത്വവും സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ബാല്യവാർദ്ധക്യങ്ങളോ അതേപോലെ ജാതി നാമാദികളോ ഒന്നും തന്നെ ഈ ഭക്തിക്ക് ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയപ്പെട്ട 9 ഉപാധികളിൽ കൂടി സംസാര നിവൃത്തിയും ഈശ്വരപ്രേമവും വളർന്നാൽ അവൻ ധന്യനായി എന്നാണ്. ഭാഗ്യം കൊണ്ട് നിനക്കത് സാധിച്ചു. അതാണ് ഭഗവത് ദർശനത്തിന് നിനക്ക് തടസ്സമില്ലാണ്ടായി തീർന്നതിൻ്റെ കാരണവും. അപ്പം ഇങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ചിട്ടും ഭാഗ്യവതിയായിട്ടുള്ള ശബരി ഭഗവാനുമായിട്ട് സംഭാഷണം നടത്തിയെന്നാണ്. അവസാനമായിട്ട് ഭഗവാൻ ശബരിയോടും സീതാവൃത്താന്തത്തെക്കുറിച്ച് ചോദിച്ചു. സർവജ്ഞനും എല്ലാവരുടെയും എല്ലാ രൂപത്തിലുള്ള അറിവിനും സാക്ഷിയുമായ ഭഗവാനോട് താൻ എന്താണ് അറിയിക്കേണ്ടതെന്നറിയാതെ ശബരി വിഷമിച്ചു എന്നാണ്. എങ്കിലും അവസാനം ഋഷ്യമൂകാചലത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. അവിടെ ചെന്ന് സുഗ്രീവനെ കണ്ടാൽ സുഗ്രീവൻ മുഖേന എല്ലാം അറിയാൻ ഇടവരുമെന്നും പറഞ്ഞു കൊടുത്തു. അങ്ങനെ അന്ന് മുഴുവൻ ശബരിയുടെ പുണ്യാശ്രമത്തിൽ കഴിച്ചുകൂട്ടി പിറ്റേന്ന് പ്രഭാതത്തിൽ ശബരിയെ അനുഗ്രഹിച്ച് യാത്രയും പറഞ്ഞ് അവളുടെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണനോട് കൂടിയിട്ട് ഋഷ്യമൂകാചലത്തിലേക്ക് യാത്രയായി എന്നാണ്. അപ്പോൾ ശബരി കാണിച്ചു കൊടുത്ത മാർഗത്തിൽ കൂടി തന്നെ നേരെ തെക്കോട്ട് നടക്കാനും തുടങ്ങി എന്നാണ്. അപ്പോൾ ഈ ഭാഗത്താണ് അരണ്യകാന്ഡം അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ സംസാരത്തെ സാമാന്യമായിട്ടാണ് അരണ്യകാന്ഡം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സംസാരധർമ്മങ്ങളുടെ തന്നെ ഏറ്റവും പ്രക്ഷുബ്ധമായിട്ടുള്ള ഉച്ചാവസ്ഥയാണ് ഈ ദണ്ഡകാരണ്യം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ഇതിനു മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു വച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ആധ്യാത്മികനായ ഒരാൾ പിന്നെ സംസാരത്തിലേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷേ അനുഭവിക്കേണ്ടിയിരിക്കുന്ന പ്രാരബ്ധങ്ങളുണ്ടെങ്കിൽ പിന്നെ ഇറങ്ങുകയല്ലാതെ എന്ത് ചെയ്യും? അപ്പോൾ അയോധ്യാവാസിയായിട്ടുള്ള രാമൻ കാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല, രാജധാനിയിൽ ഇരുന്നാൽ മതി. എന്നാൽ ഈ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അച്ഛൻ്റെ സത്യം പരിപാലിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അപ്പോൾ ആര് തന്നെ വിചാരിച്ചാലും അതിനെ തടയാനും കഴിയില്ല എന്നാണ്. അപ്പോൾ ജന്മാന്തര പ്രാരബ്ധം, അച്ഛൻ്റെ സത്യം, ജ്ഞാനിയോ ഭക്തനോ ആരായാലും പ്രാരബ്ധം അനുഭവിച്ച് തന്നെ തീരണം എന്നാണ്. അപ്പോൾ ആധ്യാത്മികനായാലും പ്രാരബ്ധ ഭക്തിക്ക് സംസാരത്തിൽ ഇറങ്ങുക തന്നെ വേണം എന്നുള്ളതാണ്. അതാണ് വനവാസത്തിൻ്റെതായ തത്വം തന്നെ. അപ്പോൾ കാട്ടിൽ വന്ന് പല സ്ഥലത്തും ചുറ്റിത്തിരിഞ്ഞ് ഒടുവിൽ ചിത്രകൂടത്തിലാണ് താമസം ഉറപ്പിച്ചത്. പക്ഷേ പറയത്തക്ക കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ താമസിച്ചിരുന്നു എങ്കിൽ സീതാവിരഹം തുടങ്ങിയിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ലെന്ന് കൂടി നമുക്ക് അനുമാനിക്കാം അല്ലേ. അപ്പോൾ അയോധ്യയിൽ നിന്നിടയ്ക്കൊക്കെ ആൾ വരുന്നത് ഉപദ്രവമാണെന്ന് കരുതിയിട്ട് നിസ്സാരമായ ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സർവ്വ ഉപദ്രവങ്ങളും നിറഞ്ഞ ദണ്ഡകാരണ്യത്തിലേക്ക് കടന്നത് എന്നാണ് കഥയെന്ന് നമുക്ക് മനസ്സിലാവണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ ആ കഥാഗതി മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നിസ്സാരമായ ഏതെങ്കിലും ഒരു ദുഃഖത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ഭയങ്കരങ്ങളായ അനേകം ദുഃഖങ്ങളെ അനുഭവിക്കാൻ തയ്യാറാവലാണ് ഈ സംസാരത്തിലെ സ്വഭാവം തന്നെ. അപ്പോൾ സംസാരധർമ്മത്തിൻ്റെ മൂർധന്യദശയാകുന്ന ദണ്ഡകാരണ്യത്തിൽ പല ഉപദ്രവങ്ങളെയും സഹിച്ചുകൊണ്ട് കുറച്ചു കാലം അങ്ങനെ കഴിച്ചു കൂട്ടിയപ്പോഴേക്കും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ജടായുവും ബ്രഹ്മവിദ്യയാകുന്ന സീതയും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആധ്യാത്മധർമ്മനിരതനായിട്ടുള്ള ഒരാൾ
പ്രാരബ്ധഹേതുവായിട്ട് സംസാരത്തിലേക്ക് ഇറങ്ങി വരികയും സംസാരഭുക്തി കൊണ്ട് തൻ്റെ ജ്ഞാനവൈരാഗ്യങ്ങളും ബ്രഹ്മവിദ്യയും അതേപോലെ ആധ്യാത്മികത്വം തന്നെയും നഷ്ടപ്പെടേണ്ടി വന്ന കാലത്തെ അവസ്ഥ എത്ര ദയനീയമാണ് അല്ലേ? ആ അവസ്ഥയെയാണ് ഇവിടെ വിരഹാർത്തനായിട്ട് നിലവിളിച്ചുകൊണ്ട് കാട്ടിൽ കൂടി ചുറ്റി നടക്കുന്ന ശ്രീരാമചന്ദ്രനിൽ കൂടി ചിത്രീകരിച്ച് വച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അധ്യാത്മ സാധനങ്ങളിൽ കൂടെ എന്തെല്ലാം വളർന്നുവോ, എത്രത്തോളം ഉയർന്നുവോ അതെല്ലാം നഷ്ടപ്പെട്ട് ബാലപാഠം മുതൽക്ക് ഇനി വീണ്ടും ആരംഭിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കൽ പഠിച്ചു മറന്ന പാഠങ്ങളെ രണ്ടാമതും പഠിച്ചുറപ്പിക്കുക എന്നത് ആയാസം കുറഞ്ഞ പണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും ആദ്യം മുതൽ പഠിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അധ്യാത്മസാധനയിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് ആദ്യം ഉണ്ടാവേണ്ടിയിരിക്കുന്നത് ഈശ്വര വിശ്വാസവും ഭക്തിയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ജ്ഞാനം കൊണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. അന്ധമോ പ്രാകൃതമോ ആയിട്ടുള്ള ഭക്തി ആയാൽ കൂടെ അതിൽ തെറ്റില്ല എന്നാണ്. പക്ഷേ അതിന് ദൃഢതയുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആദ്യം ഉണ്ടാവേണ്ടിയിരിക്കുന്നതും ഉണ്ടാവുന്നതുമായിട്ടുള്ള പ്രാകൃത ഭക്തിയെയാണ് ഇവിടെ ശബരിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാം നശിച്ച് ആധ്യാത്മികൻ വീണ്ടും ആദ്യം ഭക്തിയെ വളർത്തുകയാണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അപ്പോൾ ഭക്തി വളർന്നാൽ വിവേകം തന്നെ ഉണ്ടാവുന്നതാണ്, അവിവേകം നശിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള തത്വസ്വരൂപങ്ങളെ പ്രാപിച്ചുകൊണ്ടാണ് ആരണ്യകാന്ഡം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തുടർന്ന് ഇനി ആരംഭിക്കുന്നത് കിഷ്കിന്ധാകാന്ഡമാണ്. കിഷ്കിന്ധാകാന്ഡത്തിലെ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ജാനകീ ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. നമഃ പാർവതീപതേ. ഹര ഹര മഹാദേവ.